കാര്യമാണ്. ഇനി കേരളത്തിനകത്ത് കേൾക്കാൻ പോകുന്ന ശബ്ദം ഒരു ഭീകരവാദിക്ക് വേണ്ടിയിട്ടും കേരളത്തിന്റെ നിയമസഭ ഇനി ഐക്യകണ്ഠമായ ഒരു പ്രമേയം പാസാക്കില്ല. ഇനി ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിനകത്ത് ഒരു പ്രമേയവും ഏകപക്ഷീയമായി പാസ്സായി പോകില്ല. ഇനി രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രമേയവും കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഏകപക്ഷീയമായി പാസ്സാക്കിക്കൊണ്ട് പോകാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവസരം കൊടുക്കാതെ കേരളത്തിലെ രാഷ്ട്രസ്നേഹികളായിട്ടുള്ള 3 പേർ, ദേശീയവാദികളായ 3 പേർ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വരുന്നു എന്നുള്ളതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ദേശീയതയ്ക്കൊപ്പമാണ്, രാഷ്ട്രത്തിനൊപ്പമാണ്, നിങ്ങൾ നടത്തുന്ന കപട നറേറ്റീവുകൾക്ക് ഒപ്പമല്ല എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ബി.ജെ.പിയെ സഭയ്ക്കകത്തേക്ക് കയറ്റി. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് എന്നോട് ചിലപ്പോൾ ചെറിയൊരു വിഷമം തോന്നും. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ബിഗ് ടിവിയിലെ രേണുവിന്, അതുപോലെ തന്നെ അപർണ കുറുപ്പിന്, ഇങ്ങനെയുള്ള കുറച്ച് പേർക്ക് നിങ്ങൾ ഇന്ന് വിളിച്ച് രാത്രിയിൽ ഒരു ആശ്വാസം പറയാം. കാരണം ചിലപ്പോൾ രാത്രി എങ്ങാനും മനസ്സ് കൈവിട്ട് പോകുമ്പോൾ, നിയമത്തെ വിജയമൊക്കെ കണ്ടിട്ട് മനസ്സ് കൈവിട്ട് പോയി വല്ല അബദ്ധവും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് സഹപ്രവർത്തകരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിനൊക്കെ ഒരു സമാശ്വാസം പറയാം. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെയും ഈ പറഞ്ഞ ആളുകളെയൊക്കെ ഒന്ന് വിളിച്ച് വിഷമിക്കണ്ട, സമീപഭാവിയിൽ തിരുത്തൽപ്പെടും. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ബി.ജെ.പിയുടെ വിജയങ്ങൾ മാത്രം പറയാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിലെ മാധ്യമ രംഗങ്ങൾക്ക് മാറേണ്ടി വരും എന്നുള്ളൊരു സമാശ്വാസം ഇപ്പൊ തന്നെ പറയണം. അതിനോടൊപ്പം കൂട്ടുപൊട്ടിയ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അപ്പനോട് കൂടി നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അദ്ദേഹത്തിനുള്ള ലഡുവുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഷുഗർ ആണെന്നാണ് കേട്ടത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ലഡു കൊടുക്കണമെന്ന് ആഗ്രഹം.